ഒടുവിൽ ഉപാധികളോടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എങ്കിലും US മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് പുടിൻ പറഞ്ഞു. വെടിനിർത്തൽ എന്ന ആശയം നല്ലതാണ്, അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങളുണ്ട്. വെടിനിർത്തൽ കരാർ മൂലം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും പ്രതിസന്ധിയുടെ മൂലകാരണം ഇല്ലാതാകുകയും വേണമെന്ന് പുടിൻ കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച് US-ഉമായി ചർച്ചകൾ നടത്തും, ട്രംപിനെ വിളിക്കും. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ എന്നത് ഗുണകരമായ കാര്യമാണ്. യുക്രൈൻ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ ഈ 30 ദിവസത്തെ ഉപയോഗിക്കുമോ എന്ന ആശങ്കയും വാർത്താ സമ്മേളനത്തിൽ പുടിൻ പങ്കുവച്ചു. കുർസ്കിന്റെ കാര്യത്തിലടക്കം ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുക്രൈൻ കുർസ്കിന്റെ ചില ഭാഗങ്ങൾ മുമ്പ് പിടിച്ചെടുത്തിരുന്നു, എന്നാൽ ഈ ഭാഗങ്ങൾ തിരികെ പിടിച്ചുവെന്നും റഷ്യൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു. കീഴടങ്ങുകയോ മരിക്കുകയോ മാത്രമാണ് യുക്രൈന് കുർസ്കിൽ ആകെ ചെയ്യാനാവുന്നത്. ഈ മേഖല സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നും പുടിൻ ചോദിച്ചു. സൗദി അറേബ്യൻ US യുക്രൈൻ ഉദ്യോഗസ്ഥരുടെ ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് കരാറിലെ വിവരങ്ങൾ പങ്കുവെക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരുന്നു.